എല്ലാവർക്കും കഥ കേൾക്കണ്ടേ? അപ്പോ നമ്മള് ഇന്നത്തെ കഥ കേശു സാർ തുടങ്ങാം. ആമയുടെ മുയലിനെ നമ്മൾ ഒരു തവണ പറഞ്ഞല്ലേ? അടുക്ക് വെച്ച് ഇന്ററപ്റ്റ് ആയിപ്പോയി അല്ലേ? കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഞാനാണോ? ആ സിംഹത്തിന്റെ കഥ തന്നെയാണ് കേശു സാർ എന്ന് പറയാൻ പോണത്. അങ്ങനെ ഈ സാധാരണ ടീച്ചർമാര് പഠിപ്പിക്കും പോലെ ആദ്യം തന്നെ വന്നിട്ട് വണ്ടി ഒത്തിരി അല്ലെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അതല്ല ഈ സാർ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സാറ് കലാപരമായിട്ടുള്ള കാര്യങ്ങളും കലാപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കഥ അത് തന്നെ പുലിയുടെ കഥ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് 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 ഒരു ഘോരവനം. ആ ഘോരവനത്തിൽ എന്തുണ്ട്? ആ കാണുന്ന സിംഹമുണ്ട്, പന്നിയുണ്ട്. ആ സിംഹത്തിന്റെ കൂടെ ഒരു പെൺസിംഹവും ഉണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ജനിച്ച പുതിയൊരു കുഞ്ഞിനെ നമ്മുടെ ഒരു കുരങ്ങൻ ചേട്ടൻ വന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു വലിയ മലയുടെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും. അപ്പോ അവിടെ ആരൊക്കെയുണ്ട്? ഫ്രണ്ടില് മുതലയുണ്ട്, ആനയുണ്ട്, ജിറാഫുണ്ട്, കുതിരയുണ്ട്. അങ്ങനെ അവിടെയുള്ള ഇല്ലതാ പട്ടിക്കുട്ടൻ വരെ ഉണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടെ അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുരങ്ങൻ ചേട്ടൻ ഒരു കുറി എടുത്ത് ഇങ്ങനെ എടുത്ത് അവിടുത്തെ ആ സിംഹത്തിന്റെ ഇങ്ങനെ ഒരു ഗോപി തൊട്ട് കൊടുക്കും. അങ്ങനെ അതിന് സിംബ എന്ന് പേരിടുകയാണ്. എന്താണ് പേര്? സിംബ. അങ്ങനെ സിംബയുടെ മാമൻ വളരെ ദുഷ്ടനായൊരു മാമനായിരുന്നു. ആ മാമൻ ഇങ്ങനെ പറഞ്ഞു സിംബയുടെ ഓരോ കള്ളത്തരം പറഞ്ഞ് സിംബയെ നാട് കിടത്തി. இன்னைக்கு இங்கேயா கிளாஸ்? അതെ. அது என்ன மேல போய் எடுக்காம இருந்த? എന്റെ പൊന്ന് കനകാന്റെ പിള്ളേരെ കുറച്ച് കാറ്റും വെളിച്ചോ കൊണ്ട് പഠിക്കട്ടെന്ന് എപ്പോ നോക്കിയാലും അടച്ചിട്ടിട്ട് എന്നാലേ പിള്ളേരുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായമാവും. കേസു, ലച്ചു ശിവ അല്ല ഇങ്ക? ലച്ചു ശിവ. ലച്ചുവിന്റെ കേസ് ഒന്നും പറയാടിക്കലാണ് ബന്ധം. പ്രിൻസിപ്പാൾ അല്ലയോ? മേഡത്തിന് ക്ലാസ്സും ഇത് മാത്രം മതിയല്ലോ. ഇവിടെ നമ്മളുണ്ട് പണിയെടുക്കാൻ, അതുകൊണ്ട് കൊള്ളാം. അവർക്ക് അത് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് തന്നെ അയ്യോ. കേശു സാറെന്ന് വിളിച്ച മക്കളെ. അങ്ങനെ മതി കണ്ട പിള്ളേരുടെ സ്നേഹം കണ്ട മക്കളെ. ഇതേപോലെ ആരും ഉറങ്ങാതിരിക്കണം. കേശു സാറ് പറയുന്ന മൊത്തം കേൾക്കണം. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മളെ കഥ കഴിഞ്ഞു. കഥ നമുക്ക് ബാക്കി പിന്നെ പിടിക്കാം. കേശു മാമനാ? ഏത് മാമൻ? കേശു മാമന്നല്ല, കേശു സാർ. എങ്ങനെ? കേശു സാർ. കേശു സാറേ. കേശു മാമൻ സാറ്. അപ്പൊ കേശു സാർ അതല്ലേ എളുപ്പം. കേശു സാറേ ഇനി വിളി. നിർത്തോ. മക്കൾക്കൊക്കെ ഇനി അടുത്തത് കാട്ടിലെ കഥ വേണോ അതോ ഗൾഫിൽ ചില അളിയന്മാര് പോയി ഒട്ടകത്തിൽ കിടക്കുന്നുണ്ട് ആ കഥ വേണോ അതോ വെള്ളിമൂങ്ങയുടെ കഥ വേണോ? വെള്ളിമൂങ്ങയുടെ കല്യാണോ പറഞ്ഞേ? നീ നിനക്ക് അറിയാവുന്ന കഥയുടെ ഇനി ചേട്ടൻ പറഞ്ഞു തരേണ്ട വരും എനിക്ക് തോന്നണില്ല. അതെ, ഞങ്ങള് 3 പേര് അവിടെ മേളില് പിള്ളേർക്ക് വേണ്ടി വെയിറ്റിംഗ്. നീ എന്താണ് ഈ പിള്ളേരെ പിടിച്ചോണ്ട് ഇവിടെ വന്നിരുത്തിക്കണേ? അതെ, ഈ പിള്ളേരെ അടച്ചിട്ട മുറിയിൽ ഒരുമാതിരിട്ട് ദ്രോഹിക്കണ പരിപാടി അതിന് ഞാൻ ഇല്ല. പിള്ളേരെ ഇങ്ങനെ തുറന്ന് പച്ചപ്പും ഹരിതവുമായിട്ട് ഇങ്ങനെ തുറന്ന് വിശാലമായിട്ട് വിടണം. അങ്ങനെതാ ഇതേപോലെ സ്വസ്ഥ സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന. എടാ, എന്തിനാ ഈ പിള്ളേരെ ഈ ചൂടത്ത് ഇവിടെ ഇരുത്തിയേക്കുന്നേ? അവിടെ ആവുമ്പോ ഫാൻ ഉണ്ട്, കൂളർ ഉണ്ട്, അവിടെ ഇരുത്തിയാ പോരെയോ? അമ്മൂമ്മ, പിള്ളേര് കുറച്ച് ചൂടും വേലിയും ഒക്കെ കൊണ്ടുവേണം വളരാൻ. എന്റെ ഒരു സിലബസ് പ്രകാരം ഈ സാമ്പ്രദായ പഠന രീതികൾ മൊത്തം ഞാൻ പൊളിച്ചെടുക്കും. എന്നിട്ട് ഞാൻ എന്റെ പഠന രീതിയിൽ പിള്ളേരെ പഠിപ്പിക്കും. ഒരാഴ്ച കൊണ്ട് ഡേ കെയർ പൂട്ടി കെട്ടു. അതിനിപ്പോ എന്റെ സഹായം വേണമെന്ന് എനിക്ക് തോന്നില്ല. ചില പിങ്കികളൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ, പൂട്ടി കെട്ടിച്ചോളൂ നിങ്ങൾ തന്നെ. മക്കളെ, ഇനി അടുത്ത കേശു സാറിന്റെ അടുത്ത കഥയാണ് മക്കളെ. ഒന്നും കഥ പറയാൻ പോകുന്നില്ല, ഇത് കുറെ നേരമായല്ലോ. ഇനി ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിക്കും. മക്കളെ, ശിവന ടീച്ചറിന്റെ ക്ലാസ്സിന് റെഡിയാണോ? പിള്ളേരെ, മക്കളെ, നിങ്ങൾ ആരും പേടിക്കണ്ട. ഇവിടെ കേശു സാറിന് ഇഷ്ടംപോലെ കളി അറിയാം. ആ കളി മൊത്തം കേശു സാർ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും.